സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതാചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ നീക്കം. പൊതുമാനദണ്ഡം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിശദമായ പഠനത്തിന് ശേഷമാകും തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് സർക്കാരിന്റെ പടപ്പുറപ്പാട്? വിഷ്ണു, എന്താണ് സർക്കാരിൻ്റെ പടപ്പുറപ്പാട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യം ഉയരുകയാണ്. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മേൽ മതവും രാഷ്ട്രീയവും അടിച്ചേൽപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ഗുരുപൂർണിമ ദിവസം നടന്ന ചില ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങളും ചില പ്രസ്താവനകളും മന്ത്രി നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണം വേണം ഇത് മനസ്സിലാക്കാൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചില നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മതാചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകൾ അത് സ്കൂളുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി സ്ഥലത്തില്ല. മുഖ്യമന്ത്രി തിരികെ എത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു ചർച്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി നാളെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിക്കാനായുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. നിയന്ത്രണം ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുമ്പോൾ പൊതുമാനദണ്ഡം തയ്യാറാക്കിക്കൊണ്ട് അത് എല്ലാ സ്കൂളുകൾക്കും മേൽ അടിച്ചേൽപ്പിക്കാനൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഈ ഗുരുപൂർണിമ ദിവസം വിവിധ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾക്ക് അപ്പുറം സ്വകാര്യ സ്കൂളുകളിലടക്കം ചില ചടങ്ങുകൾ നടന്നിരുന്നു. അത് ഗുരുവിനോടുള്ള വന്ദനം എന്നുള്ള പേരിൽ മാത്രമാണ് നടന്നത്. മറ്റൊരു രീതിയിലും കാൽ കഴുകലോ അല്ലെങ്കിൽ പാദപൂജ രീതിയിലോ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്ന സ്കൂളിൻ്റെ അധികൃതർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടും അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ സർക്കാർ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ ഒരു മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വിദ്യാർത്ഥികളെ അത് തിരികെ കയറ്റാനുള്ള അല്ലെങ്കിൽ അത് അവരെ അടിച്ചേൽപ്പിക്കാനുള്ളൊരു നീക്കം സർക്കാർ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് ശശികല ടീച്ചർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാനത്ത് പല അൺഎയ്ഡഡ് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു പെർട്ടിക്കുലർ ഒരു മതം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുമോ എന്നൊരു ഏറ്റവും ഗുരുതരമായിട്ടൊരു ചോദ്യമാണ് ശശികല ടീച്ചർ ചോദിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ കലണ്ടർ പുനഃക്രമീകരിച്ചപ്പോഴും ഒപ്പം തന്നെ ഈ സമയക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും നമ്മൾ കണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അധിക സമയ ക്ലാസ് ഇല്ല, രാവിലെയും വൈകിട്ടും ഒന്നും അധിക സമയ ക്ലാസ് ഇല്ല. എന്തിന് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതികരണം. മന്ത്രിയുടെ പ്രതികരണം അത്തരത്തിലാണ്. ആ ഒരു ദിവസം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ദിവസങ്ങളിൽ അധിക സമയം ഏർപ്പെടുത്തി ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയാണ് 220 അധ്യയന ദിവസങ്ങൾ അല്ലെങ്കിൽ അത്ര മണിക്കൂറുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിനാ വെള്ളിയാഴ്ച ഒഴിവാക്കി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പല ഘട്ടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ടും അവരുടെ മതപാഠശാലകളിൽ പോകാനും ഒക്കെയായി സമയക്രമീകരണം ഈ ഒരു ദിവസം ഒഴിവാക്കിയതാണ് എന്ന് കൃത്യമായും നമുക്ക് മനസ്സിലാവുന്നതുമാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്, ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മന്ത്രി ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചതും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈശ്വര പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു വിദ്യാലയങ്ങളിൽ, ഓരോ വിദ്യാലയങ്ങളിലും ഇപ്പോൾ പല വിദ്യാലയങ്ങളിലും അവരുടെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈശ്വര പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെയാണ് അവിടെ അസംബ്ലിയിലൊക്കെ പാടുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു വെക്കുന്ന ഒരു പൊതുമാനദണ്ഡത്തിൽ ഉള്ളിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി നാളെയോടുകൂടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തും. ഇപ്പോൾ ദുബായിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം ഈ വിഷയങ്ങളിലൊക്കെ ഒരു കാര്യമായ ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഈ വിഷയങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം നിയമസഭയിലടക്കം ഇതിലൊരു കാര്യത്തിൽ വ്യക്തത തേടാൻ തയ്യാറാണ് എങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് എന്നുള്ള ചില കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു രീതിയിൽ മതത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വിദ്യാർത്ഥികളുടെ മേൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താനുള്ള സാഹചര്യങ്ങളും തെളിയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഊന്നിക്കൊണ്ട് വിമർശനമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സർക്കാർ അവരുടെ പിടിവാശിയുമായി മുന്നോട്ട് പോവുകയാണ്.